വെരി ഫൺ ടു ഡ്രൈവ് കാറാണ് ഗൈസ്. ഞാനൊരു 6 feet ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് തൈ സപ്പോർട്ട് അത്ര നല്ലൊരു തൈ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. വെള്ളത്തിലൂടെ ഈ ഒരു വെഹിക്കിൾ നമുക്ക് ചെറിയ വെള്ളക്കെട്ടിലൂടെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വൺ ഡ്രൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു ആൺകുട്ടിയുടെ ഒരു സ്വപ്നമാണ് 18 വയസ്സാവുന്നു ലൈസൻസ് എടുക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഞാനും 18 വയസ്സായപ്പോൾ ലൈസൻസ് എടുത്തു. അപ്പോൾ അന്നേരം എനിക്ക് ഒരു വെഹിക്കിൾ അതായത് ഒരു കാർ എനിക്ക് ഓടിക്കാൻ കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിട്ടുമോ ഇല്ലേ എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ വീട്ടിലൊരു ബൈക്ക് ചോദിച്ചു. അങ്ങനെ ബൈക്ക് ചോദിച്ച് അങ്ങനെ കുറേ വീട്ടുകാരെ പ്രഷർ കൊടുത്തപ്പോൾ ബൈക്ക് മേടിച്ചിട്ടില്ല എന്നൊരൊറ്റ അടിക്ക് പറയുകയും അതിന് പകരം നീ വേറൊരു കാര്യം ചെയ്തോ, ഒരു കാർ മേടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെനോൾട്ടിൻ്റെ ഷോറൂം കാണുകയും അതിൽ കയറി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ വെഹിക്കിൾ നമ്മൾ എടുക്കുകയും ചെയ്തു. അങ്ങനെ 2016 റെനോൾട്ടിൻ്റെ ഡസ്റ്റർ നമ്മൾ സ്വന്തമാക്കി. അപ്പോൾ ഇന്ന് ആ വെഹിക്കിളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് സ്വന്തമാക്കിയ ഡസ്റ്ററാണ് ഈ കിടക്കുന്നത്. 2016 മോഡലാണ് റെനോൾട്ട് ഡസ്റ്റർ. 85 PS ആണിത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വൺ ഡ്രൈവിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഡസ്റ്റർ സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ ഒരു വെഹിക്കിളിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു വെഹിക്കിൾ അന്ന് നമ്മൾ എടുക്കുമ്പോൾ 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് 85 PS 110 PS ഡീസലിൽ ഉള്ള 2 വേരിയൻസ് ആണ് അത്. അതിനുശേഷം പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു. അത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു. ഈ ഒരു വെഹിക്കിളും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇത് 85 PS ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇതിന് നമുക്ക് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി വരുന്നുണ്ട്. ഈ ഒരു വെഹിക്കിളിന് 350 മില്ലിമീറ്ററോളം വെള്ളത്തിലൂടെ ഈ ഒരു വെഹിക്കിൾ നമുക്ക് ചെറിയ വെള്ളക്കെട്ടിലൂടെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് ശരിക്കും അനുഭവിച്ചതാണ് ഞാൻ. ശരിക്കും നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ നമുക്ക് മാറേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളക്കെട്ടിലൂടെ ഈ വെഹിക്കിൾ നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ.
അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ക്ലിപ്പ് കണ്ടില്ലേ, അപ്പം അത്രയും ഒരു കപ്പാസിറ്റി, അത്രയും ഒരു കേപ്പബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിളാണിത്. അങ്ങനെ ഒരു നിസ്സാരമായിട്ടുള്ളൊരു വെഹിക്കിളല്ല. ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വേറെ ഈ ഒരു വെഹിക്കിളിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിവിടെ ഒരു റൂഫ് മൗണ്ടഡ് ആൻറ്റിന വരുന്നുണ്ട്. സാധാ ഒരു റൂഫ് മൗണ്ടഡ് ആൻറ്റിനയാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു വിൻസ്ക്രീനാണ് ഉള്ളത്. ഈ വിൻസ്ക്രീനിൻ്റെ ബ്ലാക്ക് ഇൻസേർട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു വൈപ്പേഴ്സ് കയറി നിൽക്കുന്നത്. അങ്ങനെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല മസ്കുലർ ആയിട്ടുള്ളൊരു ബോണറ്റാണ് ഇപ്പോൾ ഇതിനുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്ന മോഡൽ വന്നിട്ട് ഈ ഒരു ബോണറ്റിനെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിൻസ്ക്രീൻ വാഷറിൻ്റെ നോസിൽസ് എല്ലാം ഇവിടെ നമുക്ക് കാണാം. എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു ഓഫ് റോഡർ, അതായത് ഇത് കേപ്പബിൾ ആയിട്ടുള്ളൊരു ഓഫ് റോഡർ ആണല്ലോ, അതിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ഈ ഒരു വെഹിക്കിൾ നമുക്ക് കാണാം. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ വലിയൊരു റെനോൾട്ടിൻ്റെ ലോഗോ കാണാം. അതിൽ വലിയൊരു ഗ്രില്ലുണ്ട്. ഈ എയർ ഇൻടേക്ക് ഈ ഒരു ഭാഗത്തും അതുപോലെ ഇവിടെയാണ് വരുന്നുള്ളൂ. വേറെ എയർ ഇൻടേക്ക് ഒന്നും വരുന്നില്ല. എനിക്ക് പിന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഈ ഒരു വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റാണ്. വളരെ കാഴ്ച കുറവാണ്. ശരിക്കും ഹൈവേയിലും അതുപോലെ പോകുമ്പോഴെല്ലാം നമുക്ക് നല്ല ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെ പുതിയ മോഡലിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പൊക്കെ വന്നിട്ടുണ്ട്, നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു ചെറിയ ഫോഗ് ലാമ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ക്വാളിറ്റി ഒക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ കാണാം. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെഹിക്കിൾ നമ്മൾ നിർത്തിയിട്ടപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ആപ്പയുടെ ഗൂഡ്സ് കാരിയർ വന്നിട്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് റിലീസായി നേരെ വന്ന് ഈ ഒരു വെഹിക്കിളിൻ്റെ മേളിൽ അങ്ങോട്ട് വന്ന് ഇടിച്ച് നിന്നു. അതിൽ വന്നത് ഇത്രയും ഈ ഒരു ചെറിയൊരു സ്ക്രാച്ചസ് മാത്രമാണ്. ഇത് ശരിക്കും നമ്മുടെ ബോഡിയിലേക്ക് തന്നെ കറക്റ്റായിട്ട് എടുത്തിട്ടില്ല. അത്രയൊരു ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ബോഡിയുടെ എല്ലാം. സ്ട്രോങ് എല്ലാം ഭയങ്കര സ്ട്രോങ് തന്നെയാണ്. നോക്കുമ്പോഴെല്ലാം അതിൻ്റെ ഒരു സ്ട്രോങ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ പറയാനുള്ളത്. ഈ ഒരു വെഹിക്കിളിൻ്റെ സൈഡിലുള്ള സൈഡ് പ്രൊഫൈലും സൈഡ് ഡിസൈനൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അങ്ങനെ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ റൂഫ് റൈൽസ് ആണ് കേട്ടോ. വളരെ നമ്മളതിനെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റൂഫ് റൈൽസ്. അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം ഞാൻ ഈ റൂഫ് റൈൽസിൻ്റെ മുകളിൽ വെച്ച് കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റൂഫ് റൈൽസാണ്. നമുക്കിത് റെഡിക്കും ഫങ്ഷണൽ റൂഫ് റൈൽസാണ് വരുന്നത്. ഇതിനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇത് ജസ്റ്റ് ആട്ടുമ്പോൾ തന്നെ ഈ ബോഡി മൊത്തം, ഈ വണ്ടി മൊത്തം ഇളകും. അത്രയും എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് റൈൽസാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നല്ല വ്യൂ ആണ്, നമുക്ക് പുറത്തേക്ക് നല്ല വിസിബിലിറ്റിയാണ്. ലോങ് ഡ്രൈവ് ഡിസ്റ്റൻസിലൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴും ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അവർക്ക് പുറത്തേക്ക് നന്നായി കാഴ്ച കൊണ്ടിരിക്കാൻ പറ്റുന്ന കാരണം അങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നും വന്നിട്ടില്ല. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു കോട്ട ഗ്ലാസ് ഉള്ളത് കാരണം നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് വളരെ കുറവാണ്. നമ്മളൊരു വെഹിക്കിൾ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഈ ഒരു കോട്ട ഗ്ലാസ് കാരണം നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് കുറവാണ്. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. പിന്നെ ഡസ്റ്ററിൻ്റെ ഏതൊരു ഡസ്റ്റർ നോക്കിയാലും ഈ ഒരു ഭാഗത്ത് നല്ല അത്യാവശ്യം നല്ല സ്ക്രാച്ചസ് ഒക്കെ കാണാൻ പറ്റും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ബോഡിയിൽ നിന്ന് നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളിയേക്കണമെന്ന് കാരണം ആദ്യം തന്നെ ഏതൊരു ചെടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഒരയുള്ളൂ. ഈ ടയർ കണ്ടില്ലേ, ഈ സ്റ്റോക്ക് ടയർ തന്നെ ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നല്ല വിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ചളി അല്ലെങ്കിൽ ഒരു കല്ലടിക്കുമ്പോൾ അത് നേരെ ഈ ബാക്ക് വരെ വരും. ഈ ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് തട്ടി ഇതൊക്കെ കല്ല് തട്ടിയ പാടാണ്. ഇതിൽ കുറച്ചൊക്കെ കല്ല് തട്ടിയ പാടാണ്, കുറച്ച് ചളിയുണ്ട്. നമ്മുടെ ചെറിയൊരു ഓഫ് റോഡ് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചളിയാണ്. ഇവിടെ തട്ടി ഇവിടെ കുറേ സ്ക്രാച്ചുകൾ വരും. നമുക്ക് മിററിൽ നിന്ന് തന്നെ കറക്റ്റ് ഒരു ബാക്ക് സൈഡിലേക്കുള്ളൊരു വിസിബിലിറ്റി കിട്ടില്ല ശരിക്കും പറയാൻ വെച്ചാൽ. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് വണ്ടി ഓടിച്ച് പരിചയമായവർക്ക് കുഴപ്പമില്ല. അതല്ല ആദ്യമായിട്ടൊക്കെ ഈ വണ്ടി എടുക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ചെറിയൊരു രീതിയിൽ തപ്പലൊക്കെ വരും. ഈ ഒരു ക്ലാഡിങ് ഇല്ലേ, ഈ ഒരു ക്ലാഡിങ് ശരിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നത് കാരണം പല ഭാഗത്ത് ഇത് ശരിക്കും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്താണ് ഈ ഒരു വെഹിക്കിളിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 205 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ശരിക്കും നമ്മൾക്ക് ഏതൊരു ടറൈനിലൂടെയും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വെഹിക്കിൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലെവലാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഒരു മിനി ഓഫ് റോഡിങ്ങിന് നമുക്ക് പറ്റുന്ന പോലുള്ള ഒരു വെഹിക്കിളാണിത്. ഇതിൻ്റെ 4 വീൽ ഡ്രൈവ് വരുന്നുണ്ട്. നമുക്ക് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. മിനി ഓഫ് റോഡിനൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് ഇത് സ്റ്റോക്ക് ടയർ തന്നെയാണ്. ഇത് നമ്മൾ യാതൊരുവിധ ഡിഫറൻസും വരുത്തിയിട്ടില്ല. 215, 65, 616 ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. വളരെ നല്ല ഗ്രിപ്പ് നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. മിഷ്ലിനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗുഡിയറിൻ്റെ ടയേഴ്സാണ്. LTX ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇതിന് റോഡ് നോയ്സ് വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റുള്ള ഓഫ് റോഡ് ടയേഴ്സൊക്കെ നമ്മൾ ഇടുമ്പോൾ റോഡ് നോയ്സ് വളരെ കൂടുതലായിരിക്കും. ഇതിന് റോഡ് നോയ്സ് വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല കുറച്ച് ലൈഫും നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് മിഷ്ലിൻ ടയറായത് കാരണം. ഇതിൻ്റെ കണ്ടില്ലേ, ജസ്റ്റ് നമ്മളൊന്ന് കൈ വെച്ച് പ്രസ് ചെയ്താൽ തന്നെ നല്ലതായിട്ടൊരു ആക്ഷനുള്ള ഒരു ടയറാണ്. ഇതിൻ്റെ റബ്ബർ അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ ഡയമണ്ട് കട്ട് വീൽ കപ്പാണ് ഇതിൽ വന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അലോയിൻ്റെ ഒരു ഫലം ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ പറയാം.
വീൽ കപ്പാണ് ശരിക്കും. അതിൽ ലോഗോ കൊടുത്തിട്ടുണ്ട് റെനോൾട്ടിൻ്റെ. പിന്നെ അത്യാവശ്യം നല്ല സസ്പെൻഷൻ ട്രാവൽ നമുക്ക് കാണാം. നല്ലൊരു സസ്പെൻഷനാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇതാ മെയിനായിട്ട് ഡസ്റ്റർ യൂസ് ചെയ്താൽ എല്ലാവർക്കും സസ്പെൻഷൻ്റെ കാര്യമെല്ലാം മനസ്സിലാക്കാനായിട്ട് അറിയുന്നുണ്ടാവും. ബാക്ക് സൈഡിലും അതുപോലെ തന്നെയാണ് നല്ലൊരു സസ്പെൻഷൻ ട്രാവൽ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഇത്രയും ഉള്ളിലേക്ക് നമ്മുടെ കൈ പോകും. അത്രയും ഒരു ഡെപ്ത് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾക്ക് അത് എപ്പോഴും ഡിസ്റ്റർബൻസ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കഴുകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലോഡ് ചളി അങ്ങോട്ട് ചാടും. അത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നല്ലൊരു മിറർ സൈസാണ് ശരിക്കും ഈ ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത്. നമുക്ക് ബാക്കിലേക്ക് നല്ല രീതിയിൽ കാണുന്ന പോലെയാണ് ഈ ഒരു മിറർ സൈസ് വന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാം. പിന്നെ ഇതിൻ്റെ ഡോറൊക്കെ തുറന്ന് അടയ്ക്കുമ്പോഴൊക്കെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എയർ ടൈറ്റഡ് ക്യാബിനാണ്. മെല്ലെ അടച്ചാലൊന്നും ഇത് അങ്ങനെ ക്ലോസ് ആവില്ല. ശരിക്കും നമ്മളൊന്ന് അടച്ചാൽ തന്നെയാണ് ക്ലോസ് ആവുള്ളത്. നന്നായി കഴുകി നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ബീഡിങ്ങൊക്കെ ഇല്ലേ, ഈ ഒരു ഭാഗത്തുള്ള ബീഡിങ്ങിൻ്റെ ഇടയിലെല്ലാം ചളി ഉണ്ടാവും. അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കഴുകി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ക്യാബിനാണ് കേട്ടോ. അധികം ഉള്ളിലേക്ക് വലിയ നോയ്സ് ഒന്നും ഇല്ല. NBS ലെവലെല്ലാം വളരെ കുറവാണ്. ഇനി നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്ക് പ്രൊഫൈലും ബൂട്ട് സ്പേസും ഒക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൂട്ട് സ്പേസാണ്. നല്ലൊരു അടിപൊളി ബൂട്ട് സ്പേസാണ്. 475 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമുക്ക് റെഡിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസാണ്. ഒരു ടൈമിൽ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോയപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്ക് കിടക്കാനുള്ള സ്ഥലമില്ലാത്തത് കാരണം 2 പേര് ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാർസൽ ട്രെയിൻ നമുക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിവറുണ്ട്. ഈ ലിവറൊന്ന് പുള്ളി ചെയ്തിട്ട് നമുക്ക് ഈ സീറ്റിനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു ഫീച്ചറാണ്. ശരിക്കും നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം വേണ്ട ലഗേജൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെഹിക്കിൾ കൂടിയാണ് കേട്ടോ. ഈ ബൂട്ട് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ഇത് പിടിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്ത് എഞ്ചിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. അത്യാവശ്യം നല്ലൊരു ഇൻസുലേഷൻ നമുക്ക് ഇവിടെ കാണാം. നല്ലൊരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. 85 PS എഞ്ചിനാണ്. 200 Nm ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പഞ്ചായിട്ടുള്ളൊരു എഞ്ചിനാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അതിൻ്റെ കൂടുതൽ കാര്യം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കാം. ഇതിപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 88,000ഓളം ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഒരു വെഹിക്കിൾ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പുതിയൊരു വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അങ്ങനെ ഈ ഒരു ഫ്രണ്ട് ഡോറ് തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു ഡോർ പാഡ്സിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും കുറച്ച് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ സ്വിച്ചുകൾ കാണാം. ഇവിടെ പവർ വിൻഡോ ലോക്ക് അൺലോക്കിൻ്റെ ഒരു ബട്ടൺ കാണാം. ഇവിടെ നമുക്ക് ഡോർ അൺലോക്ക് ഹാൻഡിൽ കാണാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ലാസിക് ആയിട്ടുള്ള ഒരു സെൻട്രൽ ലോക്കിൻ്റെ ലോക്ക് അൺലോക്ക് ബട്ടൺ കാണാം. ഇവിടെ ഒരു ഡോർ ബോക്സസ് ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെ നമുക്കൊരു സ്പീക്കർ വരുന്നുണ്ട്. സ്പീക്കറിൻ്റെ ഒരു പോർഷൻ അവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 6 ഫീറ്റ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് തൈ സപ്പോർട്ട് അത്ര നല്ലൊരു തൈ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് കണ്ടില്ലേ, ഒരു കപ്പ് സീറ്റ് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മളതിനെ ഹോൾഡ് ചെയ്യുന്ന പോലെ ഈ ഒരു സീറ്റ് ആക്കി തീർത്തിട്ടുണ്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അത് റൈഡിങ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ഹെഡ് റെസ്റ്റ് നമ്മൾ മാനുവലി വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യൻ ഫ്രണ്ടിലല്ല ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ അതുപോലെ വൈപ്പറിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ വൈപ്പറിൻ്റെ കൺട്രോൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾസ് വന്നിരിക്കുന്നത്. അത് നേരെ ഉൾട്ടയാണ്, അതായത് നേരെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് AC വെൻറ്റ്സ് കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു AC വെൻറ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഇവിടെ ഒരു ഡെഡ് പെഡൽ വരുന്നില്ല. അത് കാരണം നമ്മൾ ലോങ് ഡ്രൈവ് ഡിസ്റ്റൻസിൽ പോകുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ ഹൈറ്റ് നമ്മൾ ഇവിടെ വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ പെട്രോൾ ടാങ്ക് ക്യാപ്പ് ഓപ്പണിങ് ചെയ്യാനുള്ള ലിവർ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റിയറിംഗ് ഫീൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു സ്റ്റിയറിംഗ് ഫീലാണ്. ഇതാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും കവർ ഇടുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് ഈ ഒരു ഭാഗത്തെല്ലാം ഇതേപോലെ കളർ ഇങ്ങനെ പോകും. ഇവിടെ ഭയങ്കര സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡ് പ്ലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്. ഈ ഒരു ഇവിടെ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു വലിയൊരു ഗ്ലൗ ബോക്സ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളെല്ലാം വെക്കുന്ന ഒരു സ്പേസ് ഇവിടെ ഈ ഭാഗത്തുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ അതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് 85 PS വന്നിട്ടുള്ളത്.
ഈ ഒരു ഭാഗത്തെല്ലാം ഒരു ചെറിയൊരു ലെതർ ഫിനിഷിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്കോമീറ്ററും അതുപോലെ സ്പീഡോമീറ്ററും നമുക്കൊരു അനലോഗാണ് വന്നിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ കൂടി ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഫ്യൂവൽ ഇൻഡിക്കേഷൻ എല്ലാം ആ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു വാനിറ്റി മിറർ വരുന്നുണ്ട് സൺവൈസേഴ്സിൽ, പക്ഷേ ലൈറ്റ് ഒന്നും വരുന്നില്ല. ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സിൽ മിററൊന്നും വരുന്നില്ല, പക്ഷെ ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ ഒരു റൂഫ് മോഡൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഈ ഒരു വെഹിക്കിളിന്റെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ബാക്ക് സൈഡിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഹൈറ്റിലാണ്. അപ്പോൾ നമുക്കിനി ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ഒരു 6 ഫീറ്റിലുള്ള ഒരാളിരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഈ ഒരു ബാക്ക് ഡോർ തുറക്കുമ്പോൾ അത് അത്ര വലിയ ഒരു വൈഡ് ഓപ്പണിംഗ് അല്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. കുറച്ച് വയസ്സായ ആൾക്കാർക്ക് ഉള്ളിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ കാലിങ്ങനെ ഒന്ന് പൊക്കി എടുത്ത് വെച്ചിട്ട് കയറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴും ചെറിയൊരു ഡിസ്റ്റർബൻസ് ഇവിടെ വയസ്സായ ആൾക്കാർക്ക് കയറുമ്പോൾ ഉണ്ടാവും. കാലൊന്ന് നന്നായി പൊക്കിയിട്ട് ഉള്ളിലേക്ക് വെക്കണം. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൂടാണ്ട് ഇവിടെ ചെറിയൊരു ഹമ്പ് പോലെയും വരുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങനെ നമ്മൾ ഒന്ന് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡ്രൈവർ സൈഡ് സീറ്റ് ഞാനിപ്പോൾ എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 6 ഫീറ്റാണ്. അത്യാവശ്യം നല്ല ഒരു ലെഗ് റൂം ഇവിടെ ഉണ്ട്, പക്ഷേ ഓൾമോസ്റ്റ് ടച്ചായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എന്താ പറയുക, കാല് ഈ സീറ്റിൻ്റെ അടിയിലേക്ക് നമുക്ക് നീക്കി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ട്രാൻസ്മിഷൻ ടണൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഹെഡ് റൂം ഉണ്ട് കേട്ടോ, നല്ലൊരു ഹെഡ് റൂം ഉണ്ട്. ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിലുണ്ട്. പുറത്തേക്കുള്ള വിസിബിലിറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന പോലെയാണ് ഇതിൻ്റെ ഗ്ലാസ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് റിയറിലൊരു ഹാൻഡ് റെസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ അത് കാരണം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇവിടെ കൈ വയ്ക്കാൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡ് റെസ്റ്റിലാണ് ഇതിൻ്റെ പവർ വിൻഡോൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പവർ വിൻഡോ നമ്മളവിടെ ലോക്ക് ചെയ്ത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയാണ്ട് ഈ പവർ വിൻഡോയിൽ സ്വിച്ചിൽ ക്ലിക്കായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു വിൻഡോ താഴേക്ക് വരും. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഈ ഒരു വെഹിക്കിളിലുണ്ട്. അത് നമുക്ക് പലപ്പോഴായിട്ട് നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ട്. പാർസൽ ട്രേ ഉള്ളത് കാരണം അത്യാവശ്യം വേണ്ട ലഗേജുകളെല്ലാം നമുക്ക് ബൂട്ട് സ്പേസിൽ വെക്കാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സീറ്റ് തന്നെയാണ്. ഇതിൻ്റെ സീറ്റ് കവർ നമ്മൾ അഡീഷണൽ ചെയ്താണ്. നല്ല കുഷ്യനാണ് ഈ ഒരു സീറ്റ്. ലോങ് ഡ്രൈവ് ഡിസ്റ്റൻസിലെല്ലാം നന്നായിട്ട് നമുക്ക് ഇരുന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ലെവലിൽ തന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ബാക്കിലേക്കുള്ള വിസിബിലിറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ എന്താ പറയുക, ടയർ മുതൽ മേലെ വരെ കാണുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ടയർ ഏത് കൂടെ പോകണമെന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും വലിയൊരു എന്താ പറയുക സൈഡ് ഓവർവ്യൂമാണ് നമുക്കുള്ളത് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ വന്ന് കർവൊക്കെ എടുക്കുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കർവൊക്കെ എടുത്തുകൊണ്ടിരാൻ പറ്റുന്നത്. നല്ലൊരു സ്റ്റെബിലിറ്റിയാണ് ഈ ഒരു വെഹിക്കിളിൽ. കുറച്ച് ബൗൺസ് ആയിട്ടുള്ള റോട്ടോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു ബൗൺസിനെസ് ഒന്നും നമുക്ക് ഉള്ളിലേക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സ്റ്റിയറിംഗ് നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് കേട്ടുള്ളത്. നല്ല റെസ്പോൺസ് ആണുള്ളത്. പിന്നെ ഈ പില്ലറെല്ലാം വളരെ ചെറുതായത് കാരണം ബ്ലൈൻഡ് സ്പോട്ട് എല്ലാം വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു എന്താ പറയുക, ഈ ഒരു റിയർ വ്യൂ മിറർ മേലേക്ക് കയറിക്കുന്ന കാരണം ഈസി ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ കാണുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളിപ്പോൾ ആ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് ഗിയർ പോലും ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഈസി ആയിട്ട് തന്നെ വണ്ടി വലിച്ച് കയറിപ്പോയി. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു പ്ലാസ്റ്റിക് എല്ലാം കുറച്ച് 2-3 കുഴിയിലൊക്കെ ചാടി കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം കുറച്ച് നോയ്സ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. നല്ല ഒരു ഫ്ലോട്ട്, അതായത് ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ വന്നിരിക്കുന്നത് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അത്യാവശ്യം നല്ലൊരു ബാഡ് റോഡ് കൂടെയാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഏതൊരു കുഴീൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എടുത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എല്ലാം നല്ല, ഇവിടെ എല്ലാം നല്ല ചെറിയ ചെറിയ കട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ സീറ്റിൽ നമ്മൾ ചെറിയൊരു ആൾട്രേഷൻ നടത്തിയെന്ന് പറഞ്ഞല്ലോ. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് നമ്മളെ റെഡിക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സൈഡ് ഭാഗത്തു നിന്നല്ല, ശരിക്കും നമ്മളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് കാരണം നമ്മൾ സീറ്റിൽ നിന്ന് അധികം എന്താ പറയുക മൂവിങ് ഒന്നും വരുന്നില്ല. സീറ്റ് നമ്മളെ റെഡിക്കും ഹഗ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലച്ച് കുറച്ച് ഹാർഡാണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അത്ര വലിയൊരു സോഫ്റ്റ് സൈഡിലല്ല ഉള്ളത്. അതുപോലെ തന്നെ ഗിയർ ബോക്സും കുറച്ച് ടൈറ്റാണ്. ആ ക്വാർട്ടർ ഗ്ലാസിൻ്റെ യൂസ് ഇപ്പോൾ മനസ്സിലായില്ലേ? യാ,
ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ശരിക്കും ഏതൊരു ടറൈനും പറ്റിയ വെഹിക്കിളാണ്. വെരി ഫൺ ടു ഡ്രൈവ് കാറാണ് ഗൈസ്. നല്ല ഹാൻഡ്ലിംഗ് ആണ് ഇതിനുള്ളത്. സസ്പെൻഷൻ നല്ല സോഫ്റ്റ് സസ്പെൻഷനാണ്. ശരിക്കും ഇതിൻ്റെ ഒരു സ്പീഡ് നമ്മൾ കയറുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡോമീറ്റർ നോക്കിയാലേ കാണുള്ളൂ. അല്ലാണ്ട് നമുക്ക് എയർ നോയ്സ് കേട്ടിട്ടൊന്നും നമുക്ക് ശരിക്കും പിടിയിട്ടില്ല എത്ര ഗിയറിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതൊന്നും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഈസി ആയിട്ട് നമുക്ക് ആ കോർണറിങ് എല്ലാം എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരു ഗിയർ പോലും ഡൗൺ ചെയ്യാണ്ടാണ് നമ്മൾ കോർണറിങ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡൗൺ ചെയ്യേണ്ടി വന്നു. നമുക്ക് ഇതിൻ്റെ ടേണിങ് റേഡിയസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ശരിക്കും ഒരു യു കട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ടേണിങ് എടുക്കാൻ പറ്റി. പക്ഷേ ട്രാഫിക് കുറച്ച് കൂടുതലായത് കാരണം കുറച്ച് ലാഗ് അടിച്ചു. ഇവിടെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടെല്ലാം വളരെ കുറവാണ് ശരിക്കും പറയാൻ ചാട്ടോ. ഈ ഒരു കോർണറൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് കൊണ്ടുതന്നെ. അപ്പോൾ ഡസ്റ്ററിനെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫൺ ടു ഡ്രൈവ് കാറാണ്. നല്ല ഹാൻഡ്ലിംഗ് ഉള്ളൊരു വെഹിക്കിളാണ്. അത് മാത്രമല്ല നല്ല സസ്പെൻഷനാണ് ഇതിനുള്ളത്. അപ്പോൾ ടോട്ടലി ഒരു നല്ലൊരു പാക്കേജാണ്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള വെഹിക്കിൾസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ വേസ്, അതായത് ഫീച്ചേഴ്സ് എല്ലാം കുറച്ച് കുറവാണ് ഡസ്റ്ററിന്. എല്ലാം ഒരു ക്ലാസിക് ടച്ചാണ്. ഇതിന് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ക്ലാസിക് ടച്ചാണ്. അത് മാത്രമല്ല കുറേ കാര്യങ്ങൾ മിസ്സാണ് ഇത് ഈ ഒരു വെഹിക്കിളിൽ. ആ ഒരു സംഭവം കാരണമാണ് ഇത് അധികം സെയിൽ പോകാത്തത് ഇപ്പോൾ. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു SUV ആണ് ശരിക്കും. ആ ഒരു SUVൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഈ ഒരു വെഹിക്കിളിന് കറക്റ്റ് മാച്ചാണ്. സസ്പെൻഷൻ്റെ ആയാലും ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ആയാലും റൈഡിങ് ആയാലും ഹാൻഡ്ലിംഗ് ആയാലും അത്യാവശ്യം ഒരു മിനി ഓഫ് റോഡിങ്ങിനായാലും എല്ലാം ഈ ഒരു വെഹിക്കിൾ പക്കയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഈ ഒരു വെഹിക്കിൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടില്ല ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.